പ്രേക്ഷകരോട് ക്രിസ്മസിന്റെ സ്നേഹം പങ്കുവയ്ക്കുന്നത് കോഴിക്കോട് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പിതാവാണ്. സന്തോഷത്തിന്റെയും മാനവ സ്നേഹത്തിന്റെയും സന്ദേശം വിളിച്ചോതുന്നതാണ് തിരുപ്പിറവി ആഘോഷമെന്ന് അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഹാപ്പി ക്രിസ്മസ്. നമ്മളെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുമസ് ആശംസകൾ. ഞാൻ കോഴിക്കോട് ബിഷപ്പ് ഹൗസിലാണ്. ആർച്ച് ബിഷപ്പ് ഹൗസ് എന്ന് പറയണം ഇക്കുറി, കാരണം അതിരൂപതയായി മാറിക്കഴിഞ്ഞു. അതുപോലെ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ബിഷപ്പിൽ നിന്നും ആർച്ച് ബിഷപ്പായി മാറിയതിനു ശേഷമുള്ള ആദ്യത്തെ ക്രിസ്തുമസ് ആണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ബിഷപ്പ് ഹൗസിന് ആർച്ച് ബിഷപ്പ് ഹൗസായി മാറിയതിനു ശേഷമുള്ള ക്രിസ്മസ് ആഘോഷമാണ്. പിതാവ് നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. ഹാപ്പി ക്രിസ്മസ് പിതാവേ. ഹാപ്പി ക്രിസ്മസ്. അപ്പം ആദ്യത്തെ സന്തോഷം, ഈ ക്രിസ്മസ് ഇമ്മിണി വലിയ ക്രിസ്മസ് ആണ്. അതിരൂപതയായതിനു ശേഷമുള്ള ആർച്ച് ബിഷപ്പ് ആയതിനു ശേഷമുള്ള ക്രിസ്മസ് ആണ്. വളരെ സന്തോഷമുണ്ട്. ഈ രൂപത 100 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഈ അടുത്ത കാലത്താണ് അതിരൂപതയായി തീർന്നത്. അതിൻ്റെ ആദ്യത്തെ മെത്രാപ്പോലിത്തയായി എന്നെ നമ്മുടെ ഫ്രാൻസിസ് പാപ്പ മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിയമിക്കുകയും ചെയ്തു. അതിലൊത്തിരി സന്തോഷമുണ്ട്. എനിക്ക് മാത്രമല്ല, എൻ്റെ രൂപതയിലെ ഓരോരുത്തരും അതിൽ ആനന്ദിക്കുന്നുണ്ട്. ക്രൈസ്തവ സമൂഹം മുഴുവനും ആനന്ദിക്കുന്നുണ്ട്. പിതാവേ, നമുക്ക് ഇന്നിപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ഈ തിരുപ്പിറവിയുടെ ആഘോഷ സമയത്ത് മാനവരാശിക്കൊരു വലിയ സന്ദേശം യേശു ക്രിസ്തു നൽകിക്കൊണ്ടാണ് ആ പിറവി തന്നെ. അതിനെക്കുറിച്ച് ആദ്യം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുകയാണ്. ക്രിസ്മസിൻ്റെ സന്ദേശം സ്നേഹമാണ്, സമാധാനമാണ്, പങ്കുവയ്ക്കലാണ്, കരുതലാണ്, ഇതെല്ലാം ഉണ്ട്. എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈവം ഈ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യരുടെ ഭാഷ സംസാരിച്ചു, മനുഷ്യരെ പോലെ ജീവിച്ചു. ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവെച്ച ദിവസമാണ്. അതുമാത്രമല്ല, ദൈവം സംസാരിച്ച സ്നേഹത്തിൻ്റെ ഭാഷയാണ് ക്രിസ്മസ്. അത് മനോഹരമായിട്ട് എല്ലാവരും, നമ്മുടെ കേരളത്തിലൊക്കെ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. ജാതി മതഭേദമന്യേ ക്രിസ്മസ് എല്ലായിടത്തും ആഘോഷിക്കുന്നു. എല്ലായിടത്തും നക്ഷത്രങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നു. എല്ലാവരും പരസ്പരം ക്രിസ്മസ് ആശംസകൾ നേരുന്നു. പരസ്പരം പലഹാരങ്ങളും മറ്റും കൊണ്ടു കൊടുക്കുന്നു. അങ്ങനെ സൗഹൃദത്തിൻ്റെ, നല്ല മനസ്സിൻ്റെ ഒരു സംസ്കാരം നമ്മൾ പതുക്കെ പതുക്കെ കെട്ടി ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നും ഈ ക്രിസ്മസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഭവമായി തീരട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിക്കുന്നു. 24 ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. സമാധാനവും സന്തോഷവും ആനന്ദവും നിങ്ങളുടെ ജീവിതത്തിലും മറ്റുള്ള ജീവിതത്തിലും കളിയാടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു പിതാവേ. പിതാവ് നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം ക്രിസ്തുമസ് ആശംസകൾ നേർന്നിരിക്കുകയാണ്. കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഹൗസിൽ നിന്നും ക്യാമറാമാൻ മുനീഫ് തിരൂരിനൊപ്പം ദീപക് ധർമ്മടം, 24. എന്തായാലും വർഗീസ് ചക്കാലക്കൽ പിതാവ് നമുക്കൊപ്പം ചേർന്നു അല്ലേ? സന്തോഷം പിതാവിന് അല്ലേ? എല്ലാ ക്രിസ്മസ് ആശംസകളും നമ്മൾ നേരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.